ഒരു കളിയാകുമ്പോൾ ഒരു ടീം ജയിക്കും, ഒരു ടീം തോൽക്കും. പക്ഷേ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം ചെന്നൈയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് കുമ്പളങ്ങി നൈറ്റ്സിലെ ബോബിയുടെ ഡയലോഗ് പോലെയാണ്. ഇനി ഇവിടെ നശിക്കാനൊന്നും അല്ല, സഞ്ജു സാംസൺ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ളത് ആ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. കറക്റ്റ് സ്ഥലത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്, ഇനി ഇവിടെ തകരാനൊന്നും ഇല്ല എന്ന രൂപത്തിലുള്ളൊരു ഡയലോഗ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ചെന്നൈ ഉള്ളത്. ചെന്നൈ വർഷങ്ങളായിട്ട് ഇപ്പം മഹേന്ദ്ര സിംഗ് ധോണി, സ്റ്റീഫൻ ഫ്ലമിംഗ് എന്നുള്ള ആ ഒരു സഖ്യത്തിന് ശേഷം അതിനപ്പുറമുള്ള ഒരു ചെന്നൈയെക്കുറിച്ച് അവർ ഇതുവരെയും ആലോചിച്ചിട്ടില്ല. അവരുടെ മാനേജ്മെൻറ്റ് പോലും ഇപ്പോഴും അങ്ങനെ ഒരു ആലോചനയിൽ അവരുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. ഈ കുമ്പളങ്ങി നൈറ്റ്സിൽ തന്നെ വളരെ രസകരമായൊരു സീനുണ്ട്, ഓർമ്മയുണ്ടോ എന്നറിയില്ല. ബോബി പറയുകയാണ്, ഞാൻ ഈ വീടൊന്ന് മാറിയാലോ സജിയെ. അപ്പോൾ സജി പറയുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വീടെന്തിനാ മാറുന്നത്, നിനക്ക് വേണം എൻ്റെ റൂമിൽ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. അപ്പോൾ ആ സമയത്ത് അപ്പുറത്തുനിന്ന് അവിടെ മാത്യുവിൻ്റെ മുമ്പിൽ രാത്രിയാണ് അവർ സംസാരിക്കുന്നത്. മാത്യുവിൻ്റെ മുമ്പിൽ ഒരു ബോളുണ്ട്. അപ്പോൾ മാത്യു പറയുന്നു, ഇവിടെ നല്ലൊരു കക്കൂസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സജി അതൊക്കെ അടക്കാൻ, അതായത് ഇവർ ഈ അനിയന്മാർ പറയുന്നതൊക്കെ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളില്ലേ എന്ന രീതിയിൽ അവർ പറയുന്നതൊക്കെ അവരൊന്ന് സമാധാനിപ്പിക്കാനും അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല, ഓൾറെഡി അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, പക്ഷേ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇടയ്ക്ക് സജിക്ക് ടെമ്പർ കയറിയിട്ട് സജി മാത്യുവിൻ്റെ മുമ്പിലുള്ള പന്ത് ഒരൊറ്റ ചവിട്ടി ചവിട്ടുന്നു. ഈ പന്ത് നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു. ഒരു വെള്ളത്തിൻ്റെ സൈഡിലാണ്, ഒരു ജലാശയത്തിൻ്റെ സൈഡിലാണ് ഇവർ വീട് നമുക്കറിയാം. അപ്പോഴത്തേക്കും ഈ മാത്യുവിനെ തല്ലുന്നു. ആ സമയത്ത് നമ്മുടെ ശ്രീനാഥ് ബാസി അഭിനയിച്ച ക്യാരക്ടർ വന്നു. അവർ സ്ഥിരം ആ പ്രശ്നങ്ങളിലേക്ക് ആ വീട് കടക്കുകയാണ്. അതായത് ആ വീട് എന്നുള്ളൊരു ചെന്നൈയും ചെന്നൈയുടെ മാനേജ്മെൻറ്റുമാണ്. അതിൽ ഏറ്റവും രസമുള്ള സീൻ എന്നുള്ളത് ആ സീൻ്റെ എൻഡ് എന്നുള്ളത് ഈ പന്ത് അവിടെ ഈ അടിയും മറ്റൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ഈ പന്തിൻ്റെ ഒരു അവസ്ഥ സീനിൽ കാണിക്കുന്നുണ്ട്. പന്ത് അങ്ങനെ ഈ വെള്ളത്തിൽ ഒഴുകി അങ്ങ് പോവുകയാണ്. അതായത് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ട കിരീടം, അല്ലെങ്കിൽ അവർക്ക് ഒരു പോസിറ്റീവ്, ആ കിരീടം ഇങ്ങനെ ഒഴുകി പോകുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ചെന്നൈയിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ചെന്നൈയുടെ പ്രശ്നങ്ങൾ അവരുടെ സ്കൗട്ടിംഗ് ടീമിൽ തന്നെ തുടങ്ങുകയാണ്. ചെന്നൈ 30 കോടി രൂപ ഏതാണ്ട് കൊടുത്ത് 2 പേരെ ഈ വർഷം എടുത്തു. അവർ അൺനോൺ പ്ലേയേഴ്സ് ആയിരുന്നു ഈ വർഷത്തിന് മുമ്പ് വരെ. അതിലൊരാൾ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. എങ്കിൽ കൂടിയും ചെന്നൈ അവരുടെ ഏറ്റവും പ്രൈം പ്ലേയേഴ്സ് എന്നുള്ള രീതിയിൽ സഞ്ജു സാംസണെ ഈ വർഷം എടുത്തു. സഞ്ജു എത്തിയിരിക്കുന്ന സ്ഥലം നല്ലൊരു സ്ഥലമാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ പോലും സഞ്ജുവിലും അതുപോലെ ഡെവാൾ ബ്രേവിസിലും അവർ അത്രയും വിശ്വാസം അർപ്പിച്ച് നിൽക്കുകയാണ്. അതുതന്നെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനപ്പുറമുള്ള പ്ലേയേഴ്സില്ല. അപ്പോൾ ഇത് സഞ്ജുവിലും അതുപോലെ തന്നെ ഡെവാൾ ബ്രേവിസിലും നല്ല സമ്മർദ്ദം അവർക്ക് ഉണ്ടാക്കുന്നുണ്ട്.